ഹലോ ഗൈസ്, വെൽക്കം ടു ബിഗ് ബോസ് ബസ് മലയാളം. സോ നമ്മുടെ സീസൺ 7 ഡേ 15 റിവ്യൂമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബഹുലമായിട്ടാണ് പോയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി നോമിനേഷൻ ഉണ്ടായിരുന്നു ഈ വീക്കിലേക്കുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ അടുക്കളപ്പോര് സ്റ്റിൽ കണ്ടിന്യൂയിങ് ആൻഡ് അതുപോലെ തന്നെ കണ്ണീരിൻ്റെ കഥകൾ വിട്ടൊഴിയുന്ന ലക്ഷണം കാണുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെ കുറച്ച് പിന്നെ അതുപോലെ തന്നെ ഷാനവാസ് നിന്ന് കുറച്ച് മുന്നോട്ട് നിന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ഫുൾ എപ്പിസോഡിൽ മൊത്തത്തിലുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ മോർണിംഗ് ഡാൻസോടുകൂടിയാണ്. എല്ലാവരും ഡാൻസൊക്കെ കളിക്കുന്നു. അതിൻ്റെ ആദ്യം ഫസ്റ്റ് തന്നെ ഫോക്കസ് കിച്ചണാണ്. നെവിനും നൂറയും തമ്മിൽ അവിടെ ഒരു ചെറിയ ക്ലാഷ് ഉണ്ടാകുന്നു. അപ്പോൾ ഫുഡ് എടുക്കാൻ ഇപ്പോൾ നെവിൻ സാധാരണ ഇങ്ങനെ കട്ടെടുത്തുകൊണ്ട് പോകുമല്ലോ. അപ്പോൾ നെവിൻ ഇത് അവിടെ നിന്ന് ഓറഞ്ച് മറ്റേ എടുക്കാൻ പോയപ്പോൾ നൂറെ അവിടെ നെവിനോട് എടുക്കേണ്ടെന്ന് മറ്റോ പറയുന്നുണ്ട്. പക്ഷേ നെവിൻ കിച്ചൻ്റെ ഭാഗമാണ്. ഇപ്പോൾ നെവിനാണ് ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഈ വീക്ക് വന്നിൽ ലാലേട്ടൻ കറക്റ്റായിട്ട് ക്ലൂ കൊടുത്തു ഈ കട്ടെടുക്കുന്ന സംഭവത്തെ പറ്റി ഇനി മുന്നോട്ട് കൊണ്ടുപോകണ്ടെന്നുള്ളത്. അപ്പോൾ അത് പുള്ളിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അത് പുള്ളി കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവിടെ നൂറ് എടുത്തോ ഞാനാണെങ്കിൽ അത് എടുക്കുന്നു, മറ്റേ നേരത്തെ എടുത്തു എന്ന് പറഞ്ഞിട്ട് എന്നെ കള്ളനാണെന്ന് ഇനി വിളിച്ചുകൊണ്ടിരിക്കില്ല, ഞാനിത് ഒന്നും എടുക്കാൻ വേണ്ടി വന്നതല്ല, ആവശ്യമില്ലാതെ എൻ്റെ അടുത്ത് പറയാൻ നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിലൊരു വലിയൊരു അവിടെ ഒരു ക്ലാഷ് ഉണ്ടാകുന്നു. പിന്നെ ഉള്ളത് ആര്യനും കൂടെ വിളിച്ചിട്ട് അനുവിടെ കുറച്ച് ക്യൂട്ട്നെസ് ഒക്കെ ഇട്ടിട്ട് ആര്യൻ്റെ അടുത്ത് പറഞ്ഞു, നീയാണെന്നുണ്ടെങ്കിൽ ആര്യനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോയിട്ട് വിളിച്ചിട്ടുണ്ട്, നീ ഇങ്ങനെ ചിരിക്കില്ല, നീയാണെങ്കിൽ ഇപ്പം ക്യാപ്റ്റനാണ്, അപ്പം സീരിയസ് ആവണം എന്നൊക്കെ പറഞ്ഞിട്ട് ഉപദേശിക്കുന്നു. എന്നിട്ട് നീ കുറച്ച് എന്നുവെച്ചാൽ കുറച്ച് തമാശ കളിക്കാനുള്ള രീതിയിൽ പുള്ളിക്കാരി എന്ത് പറഞ്ഞു, ഇവളിനെ കൊണ്ട് നമ്മുടെ പൗഡർ റൂമിൽ പോയി. എന്നിട്ട് അവിടെ വെച്ചിട്ട് ഒരു നമ്മുടെ വേസ്റ്റ് ഇടുന്ന കവർ ഉണ്ടല്ലോ, അത് ഒരു ബ്ലാക്ക് കവർ ഉണ്ടായിരുന്നു. ആ കവർ എടുത്തിട്ട് തലയിൽ മറ്റേ നമ്മുടെ കിരീടം പോലൊക്കെ ഉണ്ടാക്കി, അതായത് പുള്ളി ക്യാപ്റ്റൻ ആയതിന് കിരീടം പോലൊക്കെ ഒരു സംഭവം ഉണ്ടാക്കി. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മറ്റേ പാളത്തൊപ്പി വെച്ചേക്കുന്ന പോലെ ഒരു ഫീലായിരുന്നു. എന്നിട്ട് ആ പുള്ളിക്കാരി ഇത് ഇവിടെ ചെയ്യുന്നത് മറ്റേ അപ്പുറ സൈഡിൽ നമ്മുടെ ഗ്രൂപ്പുകളെല്ലാം കാണുന്നുണ്ട്. അക്ബർ, അപ്പാനി, രേണു, റെനായ്, അങ്ങനെ എല്ലാവരും അവിടെ ഇരിക്കുന്ന അപ്പുറ സൈഡ്. അപ്പം ഇവരവിടെ ചെയ്യുന്ന കണ്ടപ്പോഴേ ഇവർ ഇവിടെ പറഞ്ഞു തുടങ്ങി, അതെ അനുപ്പാണെന്നുണ്ടെങ്കിൽ മറ്റേ സംഭവം കൊണ്ട് വരും, നിങ്ങളാരും മൈൻഡ് ചെയ്യില്ലെന്ന് അക്ബർ അവിടെ നിന്ന് എല്ലാവരുടെ അടുത്തും പറഞ്ഞു. അപ്പം ഈ ആര്യൻ്റെ തലയിൽ ഈ സാധനം കൊണ്ട് ആര്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും, ഞാൻ ക്യാപ്റ്റനാണ്, എന്നെ നിങ്ങൾ ബഹുമാനിക്കണം എന്നൊക്കെ ആരും ഒരു മൈൻഡ് ചെയ്തില്ല. എല്ലാവരും സ്വന്തമായിട്ട് എന്തൊക്കെയൊക്കെയോ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക, ആരും മൈൻഡ് ചെയ്തില്ല. അപ്പോൾ അത് ശരിക്കും കുറച്ച് നാണം കിട്ട്, അത് വർക്കായില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ആദിലയും അനുങ്ങടെ മറ്റേ ആര്യനെ പറ്റി പറയുന്നുണ്ട്. നിനക്ക് അപ്പോൾ ആദില ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും ഇത് ഉണ്ടോ, ഇഷ്ടമുണ്ടോ, നീ നോക്കുമ്പോഴാണെങ്കിൽ എന്തോ ഒരു ഇതുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അനുവിൻ്റെ അടുത്തൊക്കെ അനു കുറച്ച് ഒരു ക്യൂട്ട്നെസ് ഒക്കെ ഇട്ടിട്ട് പറയുന്നുണ്ട്, ഇല്ല ഞങ്ങൾ അങ്ങനെ വിചാരിച്ചിട്ടില്ല, അവന് 21 വയസ്സേ ഉള്ളൂ, അനുവിന് 28 വയസ്സോ 29 വയസ്സോ മറ്റോ ഉണ്ട്, അപ്പം ഇവിടെ ലവ് ട്രാക്ക് പിടിക്കാൻ പറ്റിയ ആരുമില്ല, എനിക്കല്ലെങ്കിൽ ലവ് ട്രാക്ക് പിടിക്കാനും താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അനു പറയുന്നുണ്ട്. പിന്നെ ഉള്ളത് അടുത്ത് കാണിക്കുന്നത് നമ്മുടെ ഷാരികയുടെ ഹോട്ട് സീറ്റാണ്. അപ്പം ഹോട്ട് സീറ്റിലേക്ക് കലാഭവൻ സരികയാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ, നിങ്ങളവിടെ ചിരിച്ചും ഇവിടെ ബിഗ് ബോസ് ഹൗസിൽ ചിരിച്ചും കളിച്ചും പിന്നെ കിടന്നും അല്ലേ നിങ്ങൾ പോകുന്നത്? അത് കേട്ടപ്പോഴേ സരിക അയ്യോ കിടന്നു. അപ്പോഴത്തെ എല്ലാവരും കൂടെ അത് പറഞ്ഞു, അതെന്താ ചേച്ചി അല്ല അങ്ങനെ പറയില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അതാ പറഞ്ഞു. പിന്നെ നിങ്ങൾ ഗ്രൂപ്പിസം കാണിച്ചിട്ടുണ്ട്, കോമാളിത്തരമാണ് കാണിക്കുന്നത്, നിങ്ങൾക്ക് ഭയങ്കര ലാസ്യ ഭാവമാണ്, നിങ്ങൾ നിങ്ങളാണെങ്കിൽ മ്ലേച്ഛമായിട്ടാണ് പ്രവർത്തിക്കുന്നത്, നിങ്ങളെ ഹസ്ബൻഡ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഓടിക്കാൻ വേണ്ടിയാണോ നിങ്ങളിങ്ങനെ ചെയ്യുന്നത്, വശീകരിക്കുവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാർ കുറേ സംഭവങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അന്നേരമാണെന്നുണ്ടെങ്കിൽ സരിക അവരെല്ലാം ഇതെല്ലാം തമാശയായിട്ടാണ് അങ്ങ് പറഞ്ഞ് ഇതിപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ആ സംഭവം കഴിഞ്ഞിട്ട് ആ സെഗ്മെൻറ്റ് കഴിഞ്ഞിട്ട് പിന്നെ സരികയും കലാഭവൻ സരികയും അക്ബറും തമ്മിലൊരു കോൺവെർസേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരി ഇത് വീണ്ടും ഇങ്ങനെ ചിന്തിച്ച് കാര്യങ്ങൾ, അപ്പോൾ അന്നേരം ഒന്നും റിയാക്ട് ചെയ്തില്ല, ആ ഹോട്ട് സീറ്റിൻ്റെ സമയത്തൊന്നും റിയാക്ട് ചെയ്തില്ല. പക്ഷെ പിന്നെ പുള്ളിക്കാരി ഇനി ഇത് പുറത്ത് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും നെഗറ്റീവ് ആവോ എന്നൊക്കെയുള്ള ഒരു ഇമേജിന് പ്രശ്നം ഉണ്ടാവുമോ, ഭർത്താവ് എന്ത് ചിന്തിക്കും എന്നൊക്കെ എന്തൊക്കെയോ പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ അക്ബറിനോട് പറയുന്നുണ്ട്, ആ സരിക എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഭയങ്കര ലാസ്യഭാവമാണ്, ഞാൻ എല്ലാവരും വശീകരിക്കാൻ വന്നപ്പോൾ. അപ്പോൾ അന്നേരം അക്ബർ ഒരു കൗണ്ടർ അടിച്ചിട്ട് വന്നത് പുള്ളിക്കാരിക്ക് മനസ്സിലായില്ല, ഇവിടുത്തെ ആൺപിള്ളേരെ മയക്കാനുള്ള ലാസ്യഭാവമൊന്നും ചേച്ചിക്കില്ല എന്ന്. അത് പുള്ളിക്കാരിക്ക് അത് മനസ്സിലായില്ല. പിന്നെ അത് കാണിക്കുന്നത് പിന്നെ അടുത്തത് നമ്മുടെ റെന ഫാത്തിമയാണ്. റെന ഫാത്തിമ അനുവിനെ, ഇപ്പോൾ റെന ഫാത്തിമയുടെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് കിച്ചണിൽ വന്നിട്ട് ആരെങ്കിലും ചൊരോനിയിലോ അല്ലെങ്കിൽ അനുവോ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ വന്നിട്ട് ചോറ് ചെയ്യാന്നുള്ളത്. അപ്പോൾ റെന ഫാത്തിമ വന്നിട്ട് ഇവിടെ വരുന്നു, ചോരുന്നു. കുട്ടി കുറച്ചൊരു ഒരു ചൈൽഡിഷാണ്. അപ്പം നമുക്കത് ഓരോരുത്തരെ മീൻസ് അത്രയല്ലേ വയസ്സുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിരിക്കും. മറ്റുള്ളവർ ചിലപ്പം കാണുന്ന രീതിയിലായിരിക്കില്ല ആ കുട്ടി കാണുന്നത്. അപ്പോൾ അത് അതിൻ്റെ പ്രായത്തിലുള്ള കുട്ടികളുടെ അടുത്ത് പെരുമാറുന്ന പോലെ ഇവരുടെ അടുത്ത് പെരുമാറാൻ ചെല്ലും. എന്നിട്ട് അനുവിനെയാണെന്നുണ്ടെങ്കിൽ മറ്റേ ചപ്പാത്തിക്കള്ളിൽ നിന്ന് അനുവിനെ വന്നിട്ട് കുറച്ച് ചൊറിയാനൊക്കെ പോകും, എക്സ്ട്രാ ഫുഡ് ചോദിച്ചതിൻ്റെ കാര്യത്തെ പറ്റിയൊക്കെ പറയുന്നത്. എന്നിട്ട് ലാസ്റ്റ് അത് അവർ പറഞ്ഞു 1-2 പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാവും. ലാസ്റ്റിൽ അനുവിനെയാണ് ട്രിഗർ ചെയ്യാൻ പറ്റിയ സാധനം തന്നെ രണ അവിടെ അടുത്ത് പ്രയോഗിക്കും, ചപ്പാത്തിക്കള്ളിൽ നിന്ന്. അപ്പോഴേ അനുവിന്
തീർന്നു. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടി തുടങ്ങി. അടി എന്ന് പറഞ്ഞാൽ ഭയങ്കര അടി. നിങ്ങൾക്ക് റെന പറയും നിനക്ക് പുറത്ത് സപ്പോർട്ട് PR ഒക്കെ കൊടുത്തിട്ട് സപ്പോർട്ട് ഉണ്ടെന്നുള്ള അഹങ്കാരം കൊണ്ടാണ് നീ ഇങ്ങനെ അത് ചെയ്യുന്നത്. എന്നിട്ട് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നെ വളർത്തിയതിൻ്റെ പ്രശ്നമാണ്, അങ്ങനെ എന്തൊക്കെയോ അങ്ങനെ അച്ഛനെ അമ്മയൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. അപ്പം അതവിടെ രണ്ടുപേരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു അപ്പോഴത്തെ അനു ഒരു സൈഡിൽ കരഞ്ഞു തുടങ്ങിയായിരുന്നു. പിന്നെ അടുത്ത ഇത് കാണിക്കുന്നത് നമ്മുടെ ജിസയിലും റെന ഫാത്തിമയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ. അപ്പോൾ അതിനകത്ത് റെന പറയുന്നുണ്ട് അവളോട് കരച്ചിൽ തുടങ്ങി, മറ്റേ എനിക്കറിയാം ഇവള് PR നെയൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് വന്നേക്കുന്നത് എന്നിട്ട് ഇതിപ്പം എന്നെ നെഗറ്റീവാക്കി അവരാണെന്നുണ്ടെങ്കിൽ ഈ ഇഷ്യൂവിൻ്റെ പേരിൽ എന്നെ നെഗറ്റീവാക്കി പുറത്ത് കാണിക്കും എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സരികയും റെന ഫാത്തിമയും ജിസയിലും കൂടെ വീണ്ടും അടുത്ത് കാണിക്കുന്നത്. നീ അപ്പോൾ സരിക ചോദിക്കുന്നുണ്ട് നീ എന്തിനാ അവളെ ചപ്പാത്തി കളി എന്നൊക്കെ വിളിച്ചത്, അതുകൊണ്ടല്ലേ അവളെ ട്രിഗർ ആയത്, അതിപ്പോൾ എൻ്റെ ഗെയിമാണ്, അതെന്തിനാ ചോദിക്കുന്നത്, അതിൻ്റെ ഗെയിമാണെന്നൊക്കെ റെന ഫാത്തിമ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്തെന്ന് പറയുന്നത് നമ്മൾ ബിഗ് ബോസ് എല്ലാവരെയും കൂടെ ലിവിംഗ് റൂമിലേക്ക് വിളിച്ചെടുത്തിട്ട് നിങ്ങളെ എന്നിട്ട് പറയുന്നുണ്ട്, ബിഗ് ബോസ് പറയുന്നുണ്ട് നിങ്ങളെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളൊക്കെ എന്തൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടോ അതൊക്കെ എനിക്കറിയാം. ചിലർ മിണ്ടാപ്പൂച്ചകളായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്, പിന്നെ ചിലർ സാവധാനമായി തന്ത്രപരമായി കളിക്കുന്ന ആൾക്കാരുണ്ട്, ക്യാമറയുടെ ശ്രദ്ധ പിടിച്ചു വരുന്ന ആവശ്യത്തിനും അനാവശ്യത്തിനും അലറി വിളിക്കുന്ന ആൾക്കാരുണ്ട്, പിന്നെ വിരട്ടിയും സ്വയം ഹീറോ അല്ലെങ്കിൽ ഹീറോയിനായിട്ട് ചമയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് ഈ പതുങ്ങിയിരിക്കുന്ന മിണ്ടാപ്പൂച്ചകളെ പുറത്ത് കൊണ്ടുവരണ്ടേ, എല്ലാം പൊളിച്ചെടുക്കാൻ നിങ്ങൾ നോമിനേഷൻ ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് അവരോട് പറയുന്നു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നോമിനേഷനാണ്. നോമിനേഷൻ ഓരോരുത്തരായിട്ട് വരുന്നു. ആദ്യം സരിക വരുന്നു. സരിക വന്നിട്ട് അനുമോള് ശൈത്യ, ഷാരിക വന്നിട്ട് അനുമോള് ശൈത്യ, സരിക വന്നിട്ട് അനുമോള് രേണു, ജിസേൽ വന്നിട്ട് അനുമോള് ആദില നൂറ, ബിന്നി വന്നിട്ട് ശൈത്യ ഒനീല്, അപ്പാനി വന്നിട്ട് ശൈത്യ ഒനീല്, റെന ഫാത്തിമ വന്നിട്ട് ശൈത്യ ഷാരിക, അനു വന്നിട്ട് അക്ബർ ജിസേല്, നെവിൻ വന്നിട്ട് നെവിൻ അക്ബർ ഷാരിക, ശൈത്യ അക്ബർ റെന ഫാത്തിമ, അഭിലാഷ് പറഞ്ഞത് ശരത്ത് കലാഭവൻ സരിക, രേണു ശരത്ത് ഒനീല്, ഷാനവാസ് വന്നിട്ട് ശരത്ത് റെന ഫാത്തിമ, അനീഷ് വന്നിട്ട് ശരത്ത് ബിന്നി, ഒനീൽ വന്നിട്ട് ഷാരിക സരിക, അക്ബർ വന്നിട്ട് സരിക ഷാനവാസ്, ആദില നൂറ്, ഷാരിക നെവിന്, ആര്യൻ വന്നിട്ട് ഷാനവാസ് അഭിലാഷ്. അപ്പോൾ ഇങ്ങനെയാണ് നോമിനേഷൻ വന്നത്. എന്നിട്ട് ലാസ്റ്റിൽ നോമിനേഷൻ്റെ ലിവിംഗ് റൂമിൽ എല്ലാവരും വന്നിരിക്കും. അന്നേരം ബിഗ് ബോസ് അനൗൺസ് ചെയ്യും. സരിക ഷാനവാസ് റെന ഫാത്തിമ ഇവർക്ക് 3 പേർക്ക് 2 വോട്ട് വീതം കിട്ടിയിട്ടുണ്ട്. ഒനീല് അനുമോള് അക്ബർ അവർക്ക് 3 വോട്ട് വീതം കിട്ടിയിട്ടുണ്ട്. അപ്പാൻ ശരത്ത് ശൈത്യ ഷാരിക KB ഇവർക്ക് അപ്പോൾ ശരത്തിനും ശൈത്യക്കും 4 വോട്ട് കിട്ടിയിട്ടുണ്ട്. ഷാരിക KBക്ക് 5 വോട്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഷാരിക KBക്ക്. അപ്പോൾ ഇത്രയും പേര് നോമിനേഷനിലേക്ക് വന്നിട്ടുണ്ട്. അടുത്ത നമ്മുടെ നമ്മുടെ ഷാരിക KB വന്നിട്ട് നമ്മുടെ ഒരു ബെസ്റ്റ് ഹൗസ് മേഡ് ഡെന്റൽ ചലഞ്ചിനെ പറ്റി പറയുന്നത്. അപ്പം KP നമ്പൂതിരി ഒരു വൺ ഓഫ് ദി സ്പോൺസേഴ്സ് ആണല്ലോ. അപ്പോൾ അവർ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കോൺടെസ്റ്റാണ്. അപ്പോൾ അതിനകത്തെന്ന് പറയുന്നത് വീട്ടിൽ ഏറ്റവും നന്നായിട്ട് പല്ലുകൾ സൂക്ഷിക്കുന്ന വ്യക്തിയെ എല്ലാ മന്തിലും വീട്ടുകാർ തന്നെ കണ്ടെത്തിയിട്ട് അപ്പോൾ അതിൻ്റെ ബേസിൽ അവർക്ക് നല്ല സമ്മാനം കൊടുക്കുമെന്നാണ് അനൗൺസ് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ അവർ KP നമ്പൂതിരീസിൻ്റെ പ്രോഡക്ട്സിനെ പറ്റിയുള്ള കുറച്ച് ഡിസ്ക്രിപ്ഷൻസ് അങ്ങനെയൊക്കെ അത് അവിടെ പറയുന്നുണ്ട്. പിന്നെ മറ്റേ ഈ നമ്മുടെ സരിക ഇപ്പോഴും മറ്റേ സംഭവം ഉള്ളിൽ കൊണ്ടുപോകുന്നത് മറ്റേ ലാസ്യഭാവം സാധനം ഇങ്ങനെ ഉള്ളിലിട്ട് പുള്ളിക്കാരി അത് പുകച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഷാരികയുടെ അടുത്ത് അത് പറയുന്നുണ്ട്, നിങ്ങളുടെ ഹോട്ട് സീറ്റിൻ്റെ നിങ്ങൾ എന്നാലും എന്നെ അങ്ങനെ ലാസ്യഭാവം കണ്ടുകൊണ്ടിരിക്കുന്നവരെന്ത് വിചാരിക്കും. അന്നേരമാണ് ഷാരി ചോദിക്കുന്നത്, നിങ്ങൾ ഈ 4-5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് വീണ്ടും ഇതുമായിട്ട് വന്നേക്കുന്നത് എന്തിനാണ്. അപ്പോൾ അന്നേരം സരിക പറയുന്നത്, ഞാൻ പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെ പോകുമെന്ന് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ ഇത്രയും നേരം ഉണ്ടായിരുന്നത്, ഇത്രയും ആൾക്കാർ കേൾക്കുന്നതല്ലേ, അപ്പോൾ നിങ്ങളിങ്ങനെ പറഞ്ഞത് വളരെ മോശമായി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് സരിക പറയുന്നുണ്ട്. അപ്പോൾ അക്ബർ അതിൻ്റെ ഇടയ്ക്ക് കയറി പിടിക്കുന്നുണ്ട്. നിങ്ങളാണ് ഷാരികയോട് പറയുന്നുണ്ട്, നിങ്ങൾ പെണ്ണിനെ റെസ്പെക്റ്റ് ചെയ്യാത്ത ഈ ഷോയൊക്കെ നിർത്തണം, നിങ്ങൾ ഈ ഷോ കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഷാരിക എന്നിട്ട് പറയുന്നുണ്ട്, സരിക പറയുന്നുണ്ട്, എൻ്റെ ദിലീപേട്ടന് ഒരിക്കലും സഹിക്കില്ല ഇതൊന്നും എന്നൊക്കെ പറഞ്ഞിട്ട് സരിക അവിടെ കരച്ചിൽ തുടങ്ങി. പിന്നെ ഷാരികയും ബിന്നിങ്ങട് അപ്പം ബിന്നി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ചേച്ചി ചിലപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഷാരികയ്ക്ക് അത് ഫീൽ ആയിട്ടുണ്ട്, പുള്ളിക്കാരി അതിങ്ങനെ മനസ്സ് വെച്ചുകൊണ്ടിരിക്കും, അപ്പം പുറത്ത് എങ്ങനെ ഇമേജ് പോകുമെന്ന് അറിയത്തില്ല, അപ്പോൾ അതാ തോന്നുന്നു പുള്ളിക്കാരിക്ക് ഭയങ്കര ആകെ ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾ പോയി സംസാരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ബിന്നി ഷാരികയോട് പറയുന്നുണ്ട്. പിന്നെ ഷാരികയും സരികയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞു. പിന്നെ അത് കുറച്ച് ക്രിഞ്ച് ഡയലോഗാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കെട്ടിപ്പിടിച്ച് താങ്കളുടെ എന്നിട്ട് ക്യാമറ നോക്കിയിട്ട് നമ്മുടെ ഷാരികയാണെങ്കിൽ സരികയെ പറ്റി പറഞ്ഞു, താങ്കളുടെ പുണ്യമാണ് ദിലീപേട്ട ഈ സരിക, ഇവർ ഒരു കുലശ്രീ തന്നെയാണ്, ഷീസ് എ ജെം, നിങ്ങൾക്ക് കിട്ടിയ വലിയൊരു പുണ്യമാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊരു ഭയങ്കര ക്രിഞ്ച് ഡയലോഗ്സ് ഒക്കെ ആയിരുന്നു. പിന്നുള്ളത് അനുവും ശൈത്യയും തമ്മിലുള്ളതാണ് ആ ഒരു കോൺവെർസേഷനാണ്. ജെനുവിനായിട്ട് നിൽക്കുക, ആരും
അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ റന ഫാത്തിമയെ പറ്റി പറയുന്നുണ്ട്. ആ കൊച്ചിനെ ഞാൻ ഒരു കുട്ടിയായിട്ടാണ് കണ്ടിട്ടുള്ളത്, എന്നെ ചപ്പാത്തി എന്നിട്ട് എന്നെ ചപ്പാത്തിക്കളി എന്നൊക്കെ വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അനു അവിടെ കരയുന്നുണ്ട്. അത് അടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഷാരികൻ ഈ മറ്റേ നമ്മുടെ സരിക ഉണ്ടല്ലോ, സരിക ഇങ്ങനെ ഒരു തീയിട്ട് കൊടുത്ത് നെവിൻ്റെ അടുത്ത്. നെവിനാണെന്നുണ്ടെങ്കിൽ അക്ബർ ആണെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ നെവിൻ ഈ പെൺകുട്ടികളെ പോയി കെട്ടിപ്പിടിക്കുന്നത് വേറെ വിചാരത്തോടു കൂടിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നെവിൻ്റെ അടുത്ത് സരിക പറഞ്ഞു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് കാണിക്കുന്നത് ബിഗ് ബോസ് അഭിലാഷിനെ കൺഫെഷൻ റൂമിൽ, അഭിലാഷിനെ മാത്രമല്ല അക്ബറിനെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു മറ്റേ ലൈവിൽ. അപ്പം എന്നിട്ട് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് നിങ്ങളെന്താ അഭിലാഷ് എന്ത് പറയുന്നത് ഇങ്ങനെ ഗെയിം. അപ്പം അഭിലാഷ് പറയുന്നത് ഞാൻ വിചാരിച്ച പോലെ ഒന്നുമല്ല. അപ്പം എന്നിട്ട് ബിഗ് ബോസ് പറയുന്നത് ഓഡിഷനിൽ കണ്ട ആളല്ലല്ലോ ഇപ്പം ഗെയിം എങ്ങനെയുണ്ട്, അപ്പം നിങ്ങൾ എന്താണ് കളിക്കാത്തത് എന്നൊക്കെ ഉള്ള രീതിയിൽ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്. അപ്പം അഭിലാഷ് പറയുന്നുണ്ട് ഞാൻ ഇനി അടിപൊളിയാക്കും, എനിക്കാണെന്നുണ്ടെങ്കിൽ വൈഫിനെ മിസ് ചെയ്യുന്നുണ്ട്, എനിക്ക് ഫേസ് ഓർമ്മ കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ടെൻഷനൊക്കെ കൊണ്ടായിരിക്കും. പിന്നെ ഇവിടെ സുഹൃത്തുക്കളുണ്ടോയെന്ന് ബിഗ് ബോസ് ചോദിക്കും. അപ്പോൾ അതിനെ പറയുന്നു തുറന്ന് സംസാരിക്കാൻ ഒനിയിലുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കണക്ഷൻ ഇവിടെ ഇല്ലാത്ത ആരാന്ന് ചോദിക്കുമ്പോൾ അക്ബറിൻ്റെ അടുത്ത് എനിക്ക് ഇതുവരെ ഒരു കണക്ഷൻ ചെയ്യാൻ പറ്റില്ല. പിന്നെ ബിഗ് ബോസ് കുറച്ച് മോട്ടിവേറ്റ് ഒക്കെ ചെയ്തിട്ട് പുള്ളിനെ വിടും. പിന്നെ അടുത്തത് നെവിനെയാണ് വിളിക്കുന്നത്. നെവിനെ വിളിച്ചിട്ട് നെവിൻ്റെ എന്താ അല്ല നെവിനല്ല, നെവിനാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിന് ഇങ്ങനെ സംസാരിക്കുകയാണ്. അതായത് ഞാൻ എന്താ പെർമിഷൻ എടുത്തിട്ട്, അതായത് അടുത്ത കിച്ചണിലാണ് സംഭവം നടക്കുന്നത്. അപ്പം ജിസേലൊക്കെ അവിടെ നിന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അനു പെട്ടെന്ന് വരുന്നു. അപ്പം അനു ചോദിക്കുന്നു ഇവരെന്തിനാണ് ഇതിനകത്ത് കയറ്റിയെന്നൊക്കെ ചോദിച്ചിട്ട് അനു ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഞാൻ പറയും ഞാൻ കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റൻ്റെയും മെയിൻ ക്യാപ്റ്റൻ്റെയും പെർമിഷനൊക്കെ എടുത്തിട്ടാണ് ഇത് ചെയ്യിപ്പിച്ചത്. അപ്പോൾ അനുവിന് അത് ഭയങ്കര പ്രശ്നമുണ്ട് അവർ കയറി ചെയ്തത്. പിന്നെ അപ്പാനി അനു കൂടെ തമ്മിൽ ഈ കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ പൊട്ട ക്യാപ്റ്റൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പാനിയുടെ അടുത്ത് പറയും. അപ്പോൾ നീ ഷോ ഓഫ് ഇറക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പാനി തിരിച്ചു പറയും നിങ്ങളാണെങ്കിലും പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കും. കാരണം തലേദിവസം അവർ തീരുമാനം എടുത്തായിരുന്നല്ലോ ആരും വേറെ ആരും കയറ്റില്ല, പക്ഷേ വീണ്ടും ഇവരെ കയറ്റിയില്ലേ, കിച്ചണിലുള്ള ആൾക്കാർ മാത്രമേ ചെയ്യാവൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അന്നേരം അവിടെ ബിന്നി എന്ത് പറ്റി പറയുന്നുണ്ട് വെജിറ്റേറിയൻസിന് സ്പെഷ്യലായിട്ട് കൺസിഡറേഷനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ എന്നൊക്കെ അതിലെയാണെന്ന് പറയാം ആരും പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ആര്യം അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ പറയുന്നുണ്ട്, നീ ഭയങ്കര ഹൈറാർക്കിലായിട്ടാണ് അതുകൊണ്ടാണ് നിന്നെ കിച്ചൺ ക്യാപ്റ്റൻ ആക്കാഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് ആര്യൻ അനുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്പാനി അനു കൂടെ ഭയങ്കര അടിയുണ്ടായി. ലാസ്റ്റിൽ അനു ദേഷ്യപ്പെട്ട് പറയും നിങ്ങൾ ഒറ്റ ഒരാൾ കാരണം ഒരു പെണ്ണിനെ പറഞ്ഞു വിട്ടു. അത് അക്ബറിന് അത് അപ്പാനി നീ എന്താടി പറഞ്ഞതെന്ന് പറഞ്ഞാൽ അപ്പാനി ഭയങ്കര അടിക്കാൻ വരുന്നവരൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അക്ബർ അത് ഏറ്റെടുക്കുന്നു. എന്താ അവൻ കാരണം ഏത് പെണ്ണാണ് പോയത് വീട്ടിൽ. അപ്പോൾ അക്ബർ പറയുന്നുണ്ട് അത് അക്ബർ അത് ഏറ്റെടുക്കുന്നുണ്ട്. നീ എന്തോ അവൻ കാരണം ഏത് പെണ്ണാടി പോയിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എടി പൊടി എന്ന് വിളിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് പറയും നിങ്ങളത് വീട്ടിൽ പോയി വിളിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അനു അവിടെ നിന്ന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോകുന്നുണ്ട്. പിന്നെ അനു നൂറ അതിലും കൂടെ സംസാരിക്കുന്നുണ്ട്. അവർ ജിസേലിനെ പറ്റി സംസാരിക്കുകയാണ്. നമ്മൾ തീരുമാനിച്ചാലേ അനു പറയുന്നത് നമ്മൾ തീരുമാനിച്ചാലേ കിച്ചൺ ടീമിൽ ഉള്ളവർ മാത്രം ചെയ്താൽ മതിയെന്ന്. അപ്പോൾ അത് ഒരു നൂറ് അതിൽ അത് എനിക്ക് നീ ഇതിനകത്ത് എന്ത് പ്രശ്നം, വലിയ കുഴപ്പമൊന്നുമില്ല, അതങ്ങനെ പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നെ അനീഷാണെങ്കിൽ നമ്മുടെ അപ്പാനിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അതൊരു വല്ലാത്ത കാഴ്ചയായിരുന്നു. കഴിഞ്ഞ ആഴ്ചയൊക്കെ ഭയങ്കര കിരിയും പമ്പും നിന്ന അപ്പാനിക്ക് ഭയങ്കരമായിട്ട് ഫീലായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൻസിയുടെ കേസ് പറഞ്ഞത് അപ്പാനിക്ക് ഭയങ്കര ഫീലായി. അത് കഴിഞ്ഞിട്ട് അനു ആണെന്നുണ്ടെങ്കിൽ വന്നിട്ട് സോറി പറയുന്നുണ്ട് അപ്പാനിയുടെ അടുത്ത്. എന്നിട്ട് കാലൊക്കെ പിടിച്ചിട്ട് മാപ്പൊക്കെ പറയുന്നുണ്ട്. പുറത്ത് പോയ ആളെ എടുത്തിട്ട് ഇടലായിരുന്നു, അത് ഞാൻ ചെയ്ത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞാൽ പറയുന്നുണ്ട്. പിന്നെ അപ്പാനിയും അക്ബറും തമ്മിൽ സംസാരിക്കുന്ന കാര്യം, അതായത് മറ്റേ നെവിൻ്റെ കാര്യം ഷാരിക എഴുതിട്ടത് ഇവർ അറിഞ്ഞിട്ടുണ്ടല്ലോ അക്ബറിനെ പറ്റി പറഞ്ഞത്. അപ്പോൾ നമ്മൾ ശരിക്കും അവർ തമ്മിൽ പറയുന്നുണ്ട് നമ്മൾ ഇതിനെപ്പറ്റി ആ നെവിന് നമ്മൾ പറഞ്ഞില്ല, വെടുപ്പില്ലാന്ന് നമ്മൾ പറഞ്ഞില്ല, അത് നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ചോദിച്ചു കഴിഞ്ഞാൽ ലാലട്ടനോ വല്ലതും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. പിന്നെ നെവിൻ പറയുന്നുണ്ട് ഞാനാണ് ജിസലിൻ്റെ സിസ്റ്ററാണ്, ഞാൻ വേറൊരു ഉദ്ദേശത്തോടും അല്ല ആരും കെട്ടിപ്പിടിക്കുന്നത്, എല്ലാവരോടും ഗേൾസിനോടൊക്കെ നെവിൻ ചോദിക്കുന്നത്. ലൈവിനകത്ത് നെവിൻ എല്ലാവരോടും ഓരോരുത്തരോടും പോയി ചോദിക്കുന്നുണ്ട് ഞാൻ എന്തോ അൺകംഫർട്ടബിൾ ആയിട്ട് ഹഗ് ചെയ്യുന്നത് അൺകംഫർട്ടബിൾ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ജിസയിലും ഒനിയിലും നെവിനും കൂടെ സംസാരിക്കുന്നുണ്ട്. പിന്നെ ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉണ്ട്. പിന്നെ അതിലൂരൊക്കെ അതിനകത്തിൽ എന്തോ ഒരു കംഫർട്ടബിൾ അല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് ചെയ്തിട്ടുണ്ട്, അങ്ങനെ പിന്നെ അവരുടെ അടുത്ത് പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നെവിൻ പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നെവിനും അക്ബറും കൂടെ അത് പറഞ്ഞ് സംഭവം തീർക്കുന്നുണ്ട്. അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പറയുന്നുണ്ട് ഇത് ശരിക്കും ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ്, ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിലാണ് ജിസേലിനെ കെട്ടിപ്പിടിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവരങ്ങനെ അതവിടെ സോൾവ് ചെയ്യുന്നുണ്ട്. പിന്നെ ഷാനവാസ് അപ്പാനി തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്. വന്ന അന്ന് മുതൽ അപ്പാനിയാണെന്നുണ്ടെങ്കിൽ പുള്ളി അപ്പാനി അക്ബറും കൂടെ ഷാനവാസിനെ ടാർഗറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് അവിടെ കളിക്കുന്നതെന്നൊക്കെ ഷാനവാസ് പറയുന്നുണ്ട്. അഥവാ നിന്നെ എനിക്ക് പൂട്ടാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ ഞാൻ എടുക്കാത്തത് എൻ്റെ ഒരു പെങ്ങൾ പുറത്തുള്ളതുകൊണ്ട് എനിക്കറിയത്തില്ല. ഇനി അപ്പാനിയുടെ വൈഫിനെ പറ്റിയാണോ പറയുന്നതെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഇതുവരെ നിങ്ങളെ ടാർഗറ്റ് ചെയ്ത് കളിച്ചിട്ടില്ല, ഞാൻ ഡിഫൻസാണ് ഇപ്പോഴും ചെയ്യുന്നത്, നിങ്ങളൊക്കെ ആണെങ്കിൽ ഗ്രൂപ്പീസോ ജെറ്റത്തരോ ഒക്കെ കാണിക്കുന്നതൊക്കെ ഷാനവാസ് പറയുന്നുണ്ട്. ഷാനവാസ് ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് ഇന്നത്തെ ഇതിൽ പറയുന്നത്. പിന്നെ ഷാനവാസും അപ്പാനിയും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക, രാത്രി മൊത്തം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നിങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധരിപ്പിച്ചാണ് കളിപ്പിക്കുന്നത്, അക്ബറിൻ്റെ കൂടെ കൂടി നീയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ
വീണ്ടും ആണെന്നുണ്ടെങ്കിൽ അക്ബറും അപ്പാനും ജിസേലും കൂടെ സംസാരിച്ചുകൊണ്ട് അപ്പോൾ ലവ് ട്രാക്കിനെ പറ്റിയൊക്കെയാണ് ഷാനവാസ് പറയുന്നത്. ഞാൻ അങ്ങനെ പോലും മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല എന്നൊക്കെ അപ്പാന് പറയുന്നു. അപ്പം അപ്പം അക്ബർ പറയുന്നത് തെറ്റ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ അത് പോയി സോർട്ട് ഔട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അക്ബർ പറയുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ആണെന്നല്ല ഷാനവാസ് അപ്പാനിയോട് പോയി സംസാരിക്കുന്നുണ്ട്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞ് ഓരോന്നുണ്ടാക്കില്ല, നിനക്കുള്ള ആടി ഞാൻ തരുമെന്നൊക്കെ ഷാനവാസ് പറയുന്നുണ്ട്. നീ കളിക്ക് ശ്രദ്ധയില്ലാത്ത കാര്യങ്ങൾ പറയില്ല, ഒരു വ്യക്തിയുടെ അടുത്ത് കൂടുതൽ സംസാരിക്കുന്നതാണ് ഗ്രൂപ്പീസ് അക്ബറിൻ്റെ അടുത്ത് സംസാരിക്കുന്നതിനെ പറ്റി. അപ്പോൾ അങ്ങനെ അതിനെപ്പറ്റിയൊക്കെ പറയുന്നുണ്ട്. പിന്നെ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും ഷാനവാസിൻ്റെ ഒരു ഡയലോഗുണ്ട്, അതായത് മോശമായിട്ട് ജിസേലിൻ്റെ അടുത്ത് പറയുന്നത്. അപ്പം മോശമായിട്ട് ജിസേലിനെ അക്ബർ നോക്കിയിട്ടുണ്ട് ആ തുടക്കത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അക്ബർ നോക്കിയിട്ടുണ്ടെന്നൊക്കെ ഷാനവാസ് പറയുന്നുണ്ട്. അങ്ങനെ എന്താ അതൊരു വളച്ചായിട്ട് പറയുന്ന പോലെ ഫീൽ ചെയ്തു. അപ്പം അങ്ങനെ ഇതൊക്കെ പറഞ്ഞ് ജിസേലിനെ കൺവിൻസ് ചെയ്യുമ്പോൾ ജിസേൽ അത് നൈസായിട്ട് അത് ഡൈവേർട്ട് ചെയ്ത് വിടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു ഷാനവാസ് നന്നായിട്ട് കളിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ചില സമയത്ത് ഇങ്ങനെയുള്ള ചെറിയ ടോക്സ് ഒക്കെ ഉണ്ട്. അത് ഗെയിമിൻ്റെ സ്ട്രാറ്റജി പരമായിട്ടുള്ളതാണോ അതോ പുള്ളി ക്യാരക്ടറാണോ എന്നറിയില്ല. ബട്ട് കുഴപ്പമില്ല, പുള്ളി കളിക്കുന്നുണ്ടല്ലോ അറ്റ്ലീസ്റ്റ്. അപ്പം എന്നിട്ട് അത് പറഞ്ഞിട്ട് ജിസേലിനെ കൺവിൻസ് ചെയ്യും, അതായത് അക്ബറിനെതിരെ തിരിക്കാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞു വിടുന്നുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ പറഞ്ഞ് രാത്രി ഫുള്ളി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ടോക്കായിരുന്നു. അപ്പാനിയും ശരത്തും ഷാനവാസും അക്ബറും നെവിനും ജിസേലും എല്ലാം അങ്ങനെ. അപ്പം അങ്ങനെ എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.